നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ പഞ്ചായത്തിൽ കുശവൂർ കോട്ടുകോണം എന്ന സ്ഥലത്താണ്. ഇവിടെ ജന്മന വികലാംഗനായിട്ടുള്ളൊരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി നെയ്യാറ്റിൻകര എന്ന സ്ഥലത്ത് പോവുകയും അവിടെ വെച്ച് ഒരു വലിയ ലോറി വന്നിടിച്ച് പൂർണ്ണമായും കിടപ്പിലായി പോകുന്നൊരവസ്ഥ ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ചേട്ടൻ്റെ അവസ്ഥ എന്താണ്. എന്താ മാമിയുടെ പേര്? നളിനി. എന്താ മാമൻ എന്താ പറ്റിയത്? ആക്സിഡന്റ് പറ്റി. എവിടെ വെച്ച് ആക്സിഡന്റ്? നെയ്യാറ്റിൻകര വെച്ച്. മാമന് ഈ കാലിന് സ്വാധീനം ജന്മന ഇല്ലാത്തതാണ്? ഉള്ളതാണ്. ഈ കാലം വെച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര പോയത്? നെയ്യാറ്റിൻകര ഒരു ആവശ്യമായിട്ട് പോയത്. അവിടെ വെച്ച് ഏത് വണ്ടിയാണ് വന്ന് ഇടിച്ചത്? വെള്ളം കൊണ്ടുപോണ വണ്ടി. ലോറിയാണോ? വണ്ടി ലോറി, വലിയ ലോറി. ഇടിച്ചിട്ട് അവര് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ കൊണ്ട് കാണിച്ച് അവിടെ കൊണ്ടാക്കിയിട്ട് അവരങ്ങ് പൊയ്ക്കളഞ്ഞു. നിങ്ങളാരാ വിളിച്ചറിയിച്ചത്? എന്നെ ആ ആശുപത്രിയിലെ ഡോക്ടറെ എന്നെ എന്നോട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ മതി, നേരെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അങ്ങ് അവര് പറഞ്ഞു വിട്ടു. മെഡിക്കലിൽ കൊണ്ടുപോയി. മക്കള് മോള് ഒരു മോളുള്ള ഐസ് അവളെ അറിയിച്ച് അവൾ നേരെ മെഡിക്കലിൽ വന്നു. സർജറി ഒരു വലിയ ഓപ്പറേഷൻ 20,000 രൂപ മുടക്കി ഒരു ഓപ്പറേഷൻ നടത്തി. ഇപ്പൊ എങ്ങനെയാണ് കാലിന് ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ടിക്കാൻ കാരണം? ഇത് 7 പ്രാവശ്യം ഈ കാലിൽ ഉറയിട്ടിക്കണത്. ഇനി അടുത്ത് ഒരു ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ചെയ്യാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല. മാമിക്ക് എന്ത് ജോലി ഉണ്ടായിരുന്നു? ഞാൻ വീട്ടു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീട്ടു ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. ഇപ്പം കിടന്നും കൊണ്ട് എല്ലാം എടുക്കുന്നത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. വേറെ ഒരു വരുമാനവും ഇല്ല. മലമൂത്ര വിസർജനമൊക്കെ കിടക്കപ്പായി തന്നെയാണ്? എല്ലാം കിടന്ന് തന്നെ. മാമി ഒന്ന് കിടപ്പിലായി പോയി. വേറെ സഹായിക്കാൻ വേറെ ആരുമില്ല. മോക്ക് അതിനുള്ള വരുമാനമൊന്നുമില്ല. മോക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അവള് വീട്ടിൽ വെറുതെ നിൽക്കുകയാണ്. അവള് മാക്സിമം സഹായിച്ചു. ഇനി അവളെ കൊണ്ട് നിവർത്തിയില്ല. ഇപ്പൊ ഇങ്ങനെ വീട്ടു ചെലവൊക്കെ എങ്ങനെയാണ് നടന്നത്? വീട്ടു ചെലവ് ആൾക്കാർ തന്നാണ് ഞാൻ ഇപ്പം വീട്ടു ചെലവ് നടത്തുന്നത്. സമീപ പ്രദേശത്തുള്ള ആൾക്കാർ തന്നു. പിന്നെ വേറെ പെൻഷൻ ആയിട്ടും അങ്ങനെ? പെൻഷൻ എന്റെ ചേട്ടന് മാത്രമേ പെൻഷൻ ഉള്ളൂ. എനിക്ക് പെൻഷൻ ഇല്ല. വാർദ്ധക്യ പെൻഷൻ അങ്ങനെയൊന്നുമില്ല. ജീവിതം വല്ലാത്തൊരു കഷ്ടതയാണ്. കാരണം അത്ര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ നിവർത്തിയില്ല. ആ ഗതിയിലാണ് ഞാൻ ഇപ്പം കഴിയണത്. നാട്ടുകാർ തന്ന് ഞാൻ ജീവിക്കുന്നതാണ്. ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ എന്ന് ചെയ്യണമെന്നാണ് ഈ വരണ ചൊവ്വാഴ്ച കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോഴേ പറയാം. മെഡിക്കൽ കോളേജ് തന്നെയാണ്? മെഡിക്കൽ കോളേജ് തന്നെ. 4-5 ആശുപത്രികളിൽ കൊണ്ട് ഓടി എനിക്ക് വയ്യ, എനിക്ക് നിവർത്തിയില്ല. അത്ര ഗതികേടാണ്. സഹായിക്കാൻ ആരുമില്ല. അടിയന്തരമായിട്ട് വേണ്ടത് ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അന്ന് 20,000 രൂപയായി ഓപ്പറേഷൻ ചെയ്തതിന്. ഇനി അടുത്ത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ പറയും. അപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കമ്പി എടുത്തു കൊടുക്കണം. ആ കമ്പി എടുത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇല്ല. പുറത്തൊരു കമ്പി ഉണ്ടായിരുന്നു, അത് മാറ്റി. ഇപ്പൊ കാലിനകത്തൊരു കമ്പി കിടക്കണം. ഇനി ഒരെണ്ണം കൂടി ഇടുന്നു എന്നവർ പറയണത്. അന്ന് 20,000 രൂപയായി കമ്പി ഇട്ടത്. പിന്നെ ഈ കമ്പിക്ക് എത്ര രൂപയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ പറയും, ചൊവ്വാഴ്ച ചെല്ലുമ്പോഴും പറയും. അപ്പം ഈ വീട് ഒരു അടച്ചുറപ്പില്ലാത്ത വീടാണല്ലോ. ഭയങ്കര ഒരുപാട് വർഷം പഴക്കമുണ്ടല്ലോ ഈ വീടിന്. അപ്പം ഈ പഞ്ചായത്തിൽ നിന്ന് പുതിയ വീട് വയ്ക്കാനുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു? ഇല്ല, കിട്ടിയില്ല. ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷെ ഒന്നും ഇതും ആയില്ല. പച്ചക്കട്ട മണ്ണാണ്. മഴ പെയ്യുമ്പോൾ ഏത് വാക്കിന് വെള്ളം വന്ന് വീഴുന്നത്. എപ്പോഴും ചെവര് ഒരു അടുക്കളയാണെങ്കിൽ ചെവര് ഒരിക്കൽ മഴ പെയ്ത് ഇടിഞ്ഞ് വിടുന്നതാണ്. ഈ രോഗി ഇട്ടുകൊണ്ട് എനിക്ക് ഒരിടത്തും കൊണ്ട് ഓടാൻ പറ്റൂല. ഏത് വാക്കിന് മണ്ണ് മറിയണം എന്നറിയാൻ പാടില്ല. ഞാൻ മഴ പെയ്യുമ്പോൾ പേടിച്ചാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ അടച്ചുറപ്പുള്ളൊരു വീടും വേണം. ഈ പറയുന്ന ചികിത്സാ സഹായം അത്യാവശ്യമാണ്. വേറെ ഒരു വരുമാന മാർഗമില്ല. വേറെ ഒരു വരുമാനം ഞാൻ കണ്ടില്ല ഇതുവരെ. ജോലിക്കും പോകാൻ പറ്റാത്ത? ജോലിക്ക് പോകാൻ പാടില്ല. ഞാൻ വീട്ടു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിന് പോലും എനിക്ക് അടുത്തൊക്കെ തന്നെയാണ്? അത് ദൂരെയാണോ പോകുന്നത്? കാഞ്ഞിരംകുളത്ത് വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി യാതൊരു നിവൃത്തിയുമില്ലാത്തൊരു കുടുംബമാണ്. ഈ വീഡിയോ കാണുന്നവർ ഈ കുടുംബത്തെ മാക്സിമം ഒന്ന് സഹായിക്കണം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.